ക്രിസ്തുവിന് വേണ്ടിയുള്ള നമ്മുടെ ഈ കാത്തിരിപ്പിൽ പുതിയ സൃഷ്ടി ആകുവാനുള്ള പരിശ്രമത്തിലാണല്ലോ നമ്മൾ. നമ്മളുടെ ജീവിതമാകുന്ന ദൈവാലയത്തിലെ ക്രയവിക്രയങ്ങളെ മാനസാന്തരത്തിൻ്റെ ചാട്ടയെടുത്ത് വിശുദ്ധീകരിക്കുവാനുള്ള ഒരു ആത്മധൈര്യം നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടികളാവുക, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവാലയത്തിലേക്കാണ് ക്രിസ്തു പ്രവേശിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ചേരാത്ത നാണയമാറ്റങ്ങളെയും പ്രാവു കച്ചവടങ്ങളെയുമെല്ലാം ദൂരെ എറിയുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിച്ചേ തീരൂ. നശിപ്പിക്കപ്പെടുന്ന ദൈവാലയത്തെ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുവാൻ ശക്തനായവനാണ് നമ്മുടെ തമ്പുരാൻ എന്ന് തിരിച്ചറിയാം. നമ്മളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു പുനർനിർമ്മിതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.